രീതിയിലാണ് അവിടുത്തെ ജീവിതം സാധ്യമായിരുന്നത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കല്ലടയാറ്റിലെ വെള്ളപ്പൊക്കവും അഷ്ടമുടിക്കായലിലെ വേലിയേറ്റവും ഞങ്ങളുടെ ആ ഭൂപ്രദേശത്ത് കഷ്ടനഷ്ടങ്ങൾ ഒരുപാടുണ്ടാക്കുമായിരുന്നു. ആ കഷ്ടനഷ്ടങ്ങളെയെല്ലാം അതിജീവിച്ച് അവിടെ ജീവിക്കുന്ന ആ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസപരമായി പിന്നെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കെല്ലാം അന്ന് 10ാം ക്ലാസ്സൊക്കെ പാസ്സായി കഴിഞ്ഞാൽ മണ്ഡലത്തിലുള്ള തീവണ്ടി നിർത്തും. അപ്പോൾ എല്ലാവരും കൊല്ലത്തേക്കൊരു യാത്രയാണ്. രാവിലെ കോളേജിലേക്ക് പോകുന്നവർ രാവിലെ കൊല്ലത്തേക്ക് ഒരു ഷട്ടിൽ ട്രെയിൻ ഉണ്ട്. ആ ഷട്ടിൽ ട്രെയിൻ പോയാൽ തിരിച്ച് വൈകിട്ട് മാത്രമേ തിരിച്ചു വരാൻ കഴിയുള്ളൂ. അപ്പോഴേ കോളേജ് ക്ലാസ് ഉണ്ടായാലും ഇല്ലെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊല്ലത്ത് കഴിച്ചു കൂട്ടണം. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ശ്രീ സുദേശനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരവസരമായിരുന്നു അദ്ദേഹത്തിന്. കാരണം ഈ കലാലയ ജീവിതത്തിന് ഉപരിയായി കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വായിച്ച് ഈ അറിവിൻ്റെ അത്ഭുത ലോകത്തേക്ക് അദ്ദേഹത്തെ സഞ്ചരിക്കാൻ കഴിഞ്ഞു. അപ്പോഴങ്ങനെ കൊല്ലം ശ്രീനാരായണ കോളേജിലാണ് ഞങ്ങളുടെ ബാച്ചാണ് ഇപ്പം വന്നിട്ട് പോയത്. അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഭരണഘടനയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഒത്തിരി വർഷങ്ങൾ പിന്നെടുത്തു നമ്മുടെ ഭരണഘടന രൂപീകൃതമായിട്ട്. അപ്പം ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതിലധിഷ്ഠിതമായ നമ്മുടെ ഭരണഘടന ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ അന്തസ്സത്ത പൂർണ്ണതയിലെത്തിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ കോളേജ് കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് പലപ്പോഴും ഞങ്ങൾ ആ കൊല്ലത്ത് പാർക്കിലും മറ്റുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുമായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഈ ലോകത്ത് നമുക്കിങ്ങനെ ഒരു ഭരണഘടന ഉണ്ടായിട്ടും നമുക്ക് ആ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് അദ്ദേഹം അതൊരു സ്വപ്നമായി എടുത്തു. ഈ ഭരണഘടന നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായൊരു ജീവിതക്രമം ഇന്ത്യയിൽ ഉണ്ടാകണം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ആ ഭരണഘടന ഇത്രയും പ്രത്യേകതകളുള്ള ഭരണഘടന ഉണ്ടായിട്ടും അതിലെ ആസ്വാദ്യകരമായ ഒരു ജീവിതം നമുക്ക് ലഭ്യമാകുന്നില്ല.